ബ്ലോഗ് വന്നിട്ട് ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഗണപതി കോവിലിൻ്റെ അടുത്തുള്ള ഒരു കിഴക്കേക്കോട്ട എന്ന സ്ഥലത്തെ ഗണപതി കോവിലിൻ്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. തിരുവനന്തപുരത്ത് നമുക്ക് ചീപ്പ് റേറ്റിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർക്കറ്റിലോട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്ട്രീറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചീപ്പ് റേറ്റിന് അങ്ങനെ അല്ലാത്തതും ചെറിയ ചെറിയ ഷോപ്പൊക്കെ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. എപ്പോഴും വന്നിരുന്നാലും ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ ഒരു വൈകുന്നേരം ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് കുറവുണ്ട് കേട്ടോ, തിരക്കിന് കുറച്ചൊരു കുറവുണ്ട്. അവിടെ ഗണപതി കോവിലിൻ്റെ അവിടുത്തെ ഈ ക്ഷേത്രം തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായി വരും കേട്ടോ ഈ ഒരു സ്ഥലത്ത്. സാധാരണ എപ്പോഴും ഇവിടെ തിരക്കുള്ളതാണ്, ഇന്ന് പക്ഷേ ഇത്രയൊന്ന് കുറവുണ്ട് കേട്ടോ. ഡ്രസ്സുകൾ മാത്രമല്ല നമുക്ക് ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. അതുപോലെ തന്നെയാണ് വാച്ച് ഉണ്ട്, ഇയറിങ്സ് ഉണ്ട്. ഇയറിങ്സിനൊക്കെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകളും ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല നല്ല ഇയറിങ്സ് ഒക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. നല്ല നല്ല ഇയറിങ്സ് ഒക്കെ നമുക്ക് ഇവരെ നിന്ന് വാങ്ങിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് ചപ്പൽസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, ഒരുപാട് നല്ല നല്ല ഐറ്റംസ് അത് നമുക്ക് അഫോർഡബിൾ റേറ്റിന് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ് നേരെ ചെന്ന് അവസാനിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. അതുപോലെ തന്നെ പല നാട്ടിൽ നിന്നൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവർക്കൊക്കെ നടന്നൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അഫോർഡബിൾ റേറ്റിന് ഡ്രസ്സും വാങ്ങിക്കാൻ കഴിയും. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, ഇവിടുത്തെ ഡ്രസ്സുകളുടെ ഒക്കെ കാണാനും കഴിയും ഒക്കെ. നമുക്ക് നല്ല നല്ല ഐറ്റംസൊക്കെ എല്ലാം നടന്ന് പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു സ്ട്രീറ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ടീഷർട്ടുകളാണ്. ടീഷർട്ട്സ്, ട്രാക്ക് സൂട്ട്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളാണ്. കൊച്ചു പിള്ളേർക്കുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഒരു വഴിയോരത്ത് കാണാൻ കഴിയും. ഇതിനൊക്കെ നല്ല ചീപ്പ് റേറ്റാണ് കേട്ടോ. ഒരു 100, 200, 250 പോകില്ല, 150 ആ ഒരു റേറ്റൊക്കെ വരുവുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് അവരോട് കുറച്ചുകൂടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയാമെന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് പറഞ്ഞ് കുറച്ച് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നൈറ്റീസാണ്. ഈ ഒരു നൈറ്റീസൊക്കെ നമുക്ക് എന്താ പറയുക, അങ്ങ് ഫുൾ നൈറ്റീസ് അല്ല, ഒരു നീ ലെങ്ത്തൊക്കെ വരുന്ന ഒരു നൈറ്റീസാണ് കേട്ടോ. ഒരു താഴെ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ട് നല്ലൊരു മോഡൽ വന്നിട്ടുള്ള നൈറ്റീസുകളാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ചോദിച്ചപ്പോൾ 250 രൂപ എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ഉണ്ടോ, കുറച്ചൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. നല്ല നല്ല മോഡലിലും ഡിസൈനിലും ഒക്കെ വന്നിട്ടുള്ള നൈറ്റീസാണ്. സാധാരണ ഫുൾ നൈറ്റി ഇടണം എന്നുള്ളവർക്ക് അങ്ങനത്തെ നൈറ്റീസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു തെരുവിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു, നല്ല നല്ല കളറിലുള്ള നൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെലക്ഷനും ഡിസൈനിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ എല്ലാം തന്നെ. ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ നിവർത്തി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ ചീപ്പ് റേറ്റിനൊക്കെ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. ഒരുപാട് നല്ല പ്രൈസൊന്നും വരുന്നതല്ല. നമുക്കിപ്പോൾ ഷോപ്പിലേക്ക് ഏതായാലും ചെന്ന് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടണമെന്നില്ല. അതും ചിലതിനൊക്കെ നല്ല റേറ്റും കാണും കേട്ടോ. പക്ഷേ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഇഷ്ടപ്പെട്ട മോഡലിലൊക്കെ നമുക്ക് നോക്കി എടുക്കാൻ ചെയ്യാൻ കഴിയും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളറിലും മോഡലിലും ഡിസൈനും ഉള്ള നൈറ്റികളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും നല്ല ഈസി ആയിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു റേറ്റിൽ വന്നിട്ടാണ് ഈ നൈറ്റികളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വന്നതാണ് ഈ കുഞ്ഞു ചെറിയൊരു ഒരുപാട് ഷോപ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ചുരിദാറിൻ്റെ എന്നാലും കുർത്തീസ്, സ്കർട്ട്, ജീൻസ്, ടോപ്സ്, അതിൻ്റെയൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസും ഒക്കെ വന്നിട്ടുള്ള ഷോപ്പുകളാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു ടെക്സ്റ്റൈൽസ് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല കേട്ടോ. പുതുതായിട്ട് എന്തോ ലോഞ്ച് ചെയ്ത ഒരു ടെക്സ്റ്റൈൽസ് ആണ്, ബോംബെ ടെക്സ്റ്റൈൽസ് എന്നാണ് ഇത് വരുന്നത്. പുറമേ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ഒരു മുംബൈക്കാരതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ സൂറത്ത് ടെക്സ്റ്റൈൽസ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു മുംബൈക്കാരതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇനി ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ കളക്ഷൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നിപ്പോൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വഴിയോര കച്ചവടക്കാരുള്ളതും ഈ ഒരു സ്ട്രീറ്റിലുള്ളതും ഒക്കെ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ നമുക്ക് കാണാം. നമുക്കിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കടകൾ കാണാൻ കഴിയും കേട്ടോ. കൊച്ചു ഷോപ്പുകളൊക്കെ നമുക്കിവിടെ ഈ വഴിയോരത്ത് കാണാൻ പറ്റും.
ഇതിൻ്റെയൊക്കെ പ്രൈസും ഒക്കെ വരുന്നത് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 150 രൂപയാണ്. ഈ ഒരു ഷോളിന് 3 എണ്ണം എടുത്താൽ 150 രൂപ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷോളിനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജീൻസിൻ്റെ സ്കർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ജീൻസിൻ്റെ സ്കർട്ട് വരുന്നത് 500, 600 ആ ഒരു റേറ്റിലാണ് വരുന്നത്. നമുക്ക് പക്ഷേ അത് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ നമുക്ക് ഇതിൽ നിന്നും വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്കർട്ടാണ് കേട്ടോ. നമുക്ക് വെഡ് സൈഡിൽ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഇതുപോലത്തെ സ്കർട്ടിനൊക്കെ 1000 വെഡ് സൈഡിൽ 1500 രൂപ വരെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്കർട്ടിനൊക്കെ വരുന്നത്. എല്ലാ കളറും ഉണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, അതുമല്ല ഫുൾ സ്കർട്ട് വരുന്നുണ്ട്, ഡെനിം സ്കർട്ട് അല്ലാത്ത സ്ട്രെച്ചബിൾ ക്ലോത്തിൽ അങ്ങനെയുള്ള ഒരുപാട് മോഡലിലെ സ്കർട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ആ സൈഡിലായിട്ട് വരുന്ന ഷോപ്പുകളിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് നമുക്കിപ്പോൾ പുറത്തൊക്കെ വേറെ ഒരു കടകളിലൊക്കെ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ ഇത്രയും നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല കളക്ഷൻസും ഒക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെയുള്ള നല്ല നല്ല ഇപ്പോൾ മോഡലിൽ വന്നിട്ടുള്ള നല്ല പാൻസുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ചുരിദാറിനായിരുന്നാലും ചുരിദാർ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ചുരിദാർ മെറ്റീരിയൽ കാണാൻ പറ്റും, സാരികളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് കാണാനും കഴിയും. അത് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിക്കാനും കഴിയും കേട്ടോ. നമ്മളിങ്ങനെ ചെന്ന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം കേട്ടോ. ബാർഗെയിനൊക്കെ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അവർ അങ്ങനെ ചെയ്ത് വാങ്ങിച്ചാൽ അവർ കുറച്ചൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിലൊക്കെ ആക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വഴിയോര പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പാൻസൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള പാൻസാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഈ ഒരു ഡ്രസ്സായിരുന്നാലും നമുക്ക് നല്ല ഒരു റേറ്റ് കുറച്ച് വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അറിയത്തോടുമില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്തെടുത്താൽ നല്ല ഒരു എലഗൻ ലുക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ചുരിദാർ ഇവിടെ കണ്ടില്ല, ചുരിദാർ മെറ്റീരിയൽസൊക്കെ മുറിച്ചും ഒക്കെ കൊടുക്കപ്പെടുന്ന മീറ്ററിന് 40 രൂപയാണ് വരുന്നത്. 40-50 രൂപയാണ് ഇതിന് ചുരിദാർ മെറ്റീരിയലിന് വരുന്നത്. നമുക്ക് പുറമേ നോക്കിയപ്പോൾ ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് സെക്ഷനാണ് തോന്നുന്നെങ്കിലും അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ചുരിദാർ മെറ്റീരിയലൊക്കെ വാങ്ങിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇയറിങ്സിൻ്റെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഇത്രയും നല്ല ഇയറിങ്സ് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ വഴിയിലൂടെ നടന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അവിടെയൊക്കെ നല്ല പുതിയ നല്ല മോഡലിലാണ്, നല്ല കളറിലാണ്, എന്തോരം കളറിലാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഡ്രസ്സിന് മേച്ചായിട്ടൊക്കെ ഇയറിങ്സ് വേണമെന്നുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ നടന്ന് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലൊക്കെ. ഈ ഒരു ഇയറിങ്സൊക്കെ എനിക്ക് തോന്നുന്നു മാളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 600-700-800 രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു എന്താ കളറിൽ വന്നിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ മോഡലിലെ ഇയറിങ്സിന്. പക്ഷേ ഇതിവിടെ വരുമ്പോൾ 140-150 രൂപ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു ഇയറിങ്സൊക്കെ. ആ ഇയറിങ്സിൻ്റെയൊക്കെ ഒരുപാട് ആ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ, കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അതുപോലത്തെ ഒരുപാട് ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ടെക്സ്റ്റൈൽസ്. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ടെക്സ്റ്റൈൽസ് ആയിട്ട് അങ്ങനെ വലിയ ഷോപ്പായിട്ട് വരുന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ വന്നിങ്ങനെ നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല ഫാബ്രിക്കിലൊക്കെ വന്നിട്ടുള്ള, നല്ല കളറിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഉള്ള കളക്ഷൻസ് ആണെന്ന്. അപ്പോൾ എന്തോരം നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്ക് ഈ ചുരിദാർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതുമല്ല ആ യെല്ലോ കളർ ചുരിദാറിൻ്റെ കളർ കണ്ടിട്ടാണ് കേട്ടോ. അതുപോലെ നല്ല ഭംഗിയാണ്. അത് വന്നേക്കുന്നത് മറ്റേ എന്താ പറയുക, ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ അത് വന്നേക്കുന്നത്. അതുപോലെ അതിൻ്റെ റേറ്റൊക്കെ വരുന്നത് ഒരു 600-500 ആ ഒരു റേറ്റിലാണ്. ആ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലല്ല, റെഡിമെയ്ഡ് ചുരിദാർ തന്നെയാണ് അത് വരുന്നേക്കുന്നത്. ഒരു 600-500 ആ ഒരു റേറ്റിലാണ് കേട്ടോ. നമ്മളിപ്പോൾ അത്ര റേറ്റ് കൂടുതലാണ് എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഇറങ്ങി പോകണമെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് അവർ കുറച്ച് നമ്മൾ പറഞ്ഞ അനുസരിച്ച് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ തന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് അവിടെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രീറ്റിൽ കാണാൻ പറ്റുന്നതാണ് ഈ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ്. ഈ രാമചന്ദ്ര പണ്ട് കാലത്ത് മുതലേ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴിപ്പോൾ ഒരു ഷോപ്പായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അത് 2-3 ഷോപ്പാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചുരിദാറിനൊന്ന്, സാരിക്കൊന്ന്, അങ്ങനെയുള്ള 2-3 ടെക്സ്റ്റൈൽസ് ആക്കി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട്
ഒരുപാട് ഷോപ്പുകൾ അതിൻ്റെ അടുത്തടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് നമുക്ക് ഡ്രസ്സ് മാത്രമല്ല വാങ്ങിക്കാൻ കഴിയുന്നത്, വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നല്ല റേറ്റ്, ഒരു 200-300 ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള വാച്ചുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള വാച്ചുകളാണ് കേട്ടോ. 200-300 എന്നൊക്കെ പറയുന്നെങ്കിൽ നമുക്കൊരു 100-150 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വാച്ച് വാങ്ങണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാച്ചാണ്. ഇപ്പോൾ ഇതിന് ഒരു 350 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് നല്ല പാൻസിൻ്റെ ആയിരുന്നാലും ലെഗിൻസിൻ്റെ ആയിരുന്നാലും ഒക്കെ നല്ല നല്ല കളക്ഷൻസൊക്കെ കാണാൻ കഴിയുന്നതാണ്. വൈകുന്നേരമൊക്കെ ആയി വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറയില്ലേ, അതിനേക്കാൾ ഇപ്പം കുറച്ചുകൂടെ സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ട്രീറ്റിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിലാണ് ഇത്രയും കൂടുതൽ തിരക്കുള്ളത്. കാരണം ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്കിപ്പോൾ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് വണ്ടികളൊക്കെ വരുന്നത് കൊണ്ട് അപകടം പറ്റാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവർ കുഞ്ഞു ഷോപ്പുകളിലൊക്കെ ഇതുപോലത്തെ ലുങ്കികളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല റേറ്റ് കുറച്ച് നമുക്ക് 200-150 ആ ഒരു പ്രൈസിൽ വരുന്ന ലുങ്കികളാണ് കേട്ടോ. ലുങ്കികൾ മാത്രമല്ല തോർത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ വഴിയോരത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. ഒരു വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെട്ടം നല്ല കുറവാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. ഈ ഒരു ഷോപ്പ് ചെന്ന് അവസാനിക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രം അടുത്ത് എത്താറായതുകൊണ്ട് തന്നെയാണ് മുണ്ടുകളുടെ സെറ്റ് സാരി, സെറ്റ് മുണ്ട് നേരിയത്, ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷൻസൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള കുഞ്ഞു ഷോപ്പുകളിലൊക്കെ അവരിങ്ങനെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഇതുപോലെ ലുങ്കി, തോർത്ത് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ അവർ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അവിടുത്തെ ആ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ അഫോർഡബിൾ റേറ്റിന് നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. അതാണ് ഇവരിങ്ങനെ വെച്ച് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കുള്ള പാൻസ് ആയിരുന്നാലും ടീഷർട്ട്സ് ആയിരുന്നാലും ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. എല്ലാം നല്ല റേറ്റ് കുറച്ച് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് നമുക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇത് ഫുട്വെയറിൻ്റെയൊക്കെ വലിയ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് ഫുട്വെയറൊക്കെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം പുറത്തൊക്കെ അല്ല ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പോകുന്നത്. അപ്പോഴിങ്ങനെ നമ്മൾ കാണാതെയൊക്കെ പോകുമ്പോൾ, ചെരുപ്പ് കാണാതെ പോകുമ്പോൾ നമുക്ക് അടുത്തൊക്കെ നല്ല ഒരു അഫോർഡബിൾ റേറ്റിനുള്ള ഫുട്വെയർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി നമുക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. അതിനനുസരിച്ചാണ് അവർ അതുപോലെയൊക്കെ ഈ ഒരു കുഞ്ഞു ഷോപ്പൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ് നൈറ്റികൾ കേട്ടോ. 125 രൂപയുടെ നൈറ്റികളുണ്ട്. അതുപോലെ തന്നെ 125-100 രൂപയ്ക്കുള്ള സാരികളും ഒക്കെ നമുക്കിതിൻ്റെ കേരള സാരിയൊക്കെ 100-150 രൂപയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ആവാറായതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് കുറച്ചൊക്കെ അവരിപ്പോൾ കൊടുക്കുന്നത്. ഈ ഒരു ഷോളിനൊക്കെ 150 രൂപയുടെ 100 രൂപയുടെ ഷോളൊക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല മെറ്റീരിയലിലാണ്, റേറ്റ് കുറവെന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ വരുന്നത്. അകത്തോട്ട് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഇതുപോലെ ലുങ്കി ആയിരുന്നാലും അതുപോലെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അതൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴികൾ കാണുന്നതാണ് ഈ ഒരു ഷോപ്പുകളൊക്കെ. ഈ ഒരു ഷോപ്പിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഡ്രസ്സുകളാണ് കേട്ടോ വരുന്നത്. കുഞ്ഞു ഡ്രസ്സുകളൊക്കെയാണ് വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിക്കാൻ കഴിയുന്ന, നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ലെഗിൻസ് ആണ്. നമുക്ക് വീട്ടിലൊക്കെ ലെഗിൻസ്, ടീഷർട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പാൻസ് അതൊക്കെ വരുന്ന കുഞ്ഞു കടകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്തോ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാട അതിൻ്റെയൊക്കെ കളക്ഷൻസ് വന്നിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. ഇവിടെ നിറച്ച് കൊച്ചു പിള്ളേർക്കുള്ള പട്ടുപാവാടയും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതൊക്കെ വരുന്നത് നല്ല ചീപ്പ് റേറ്റിനാണ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു മുണ്ടൊക്കെ വരുന്നത് ഇതൊന്നും കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്ന മുണ്ടൊന്നും അല്ല കേട്ടോ. ഇതവർ മെഷീനിൽ വർക്ക് വെച്ച് ചെയ്യുന്നതും ആയിരിക്കും, അല്ലാത്ത ഒറിജിനൽ നെയ്തെടുക്കുന്ന മുണ്ടും ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് കൂടുതലായിട്ട് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് കൂടുതലും ഇങ്ങനെ മെഷീനിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള സെറ്റ് സാരി മുണ്ടുകളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 200, 250, 300 ആ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ റേറ്റിലൊന്നും
അല്ല വരുന്നത്, ഒക്കെ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ബ്ലൗസ് പീസുകളാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ബ്ലൗസ് പീസാണ്. ബ്രൊക്കേഡിൻ്റെ ബ്ലൗസും പിന്നെ അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസും ഒക്കെയാണ് ഇവിടെ വരുന്നത്. കൂടുതലും വരുന്നത് റെഡ്മെയ്ഡ് ബ്ലൗസ് ഒന്നും ഇല്ല കേട്ടോ അവൈലബിൾ. റെഡ്മെയ്ഡ് ബ്ലൗസ് അവൈലബിൾ അല്ല. ഇതിപ്പോൾ വരുന്നത് മെറ്റീരിയലാണ് വന്നിട്ട്. ഒരുപാട് നല്ല നല്ല മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഈ ഒരു കുഞ്ഞു ഷോപ്പിലുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണുന്നത് സെറ്റ് സാരികളാണ് കേട്ടോ. സെറ്റ് സാരികൾ വന്നിട്ടുണ്ട്, അതുപോലെ സെറ്റ് മുണ്ട്, ധോത്തീസ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒരു കണ്ടോ മുണ്ടൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് കേട്ടോ നൽകുന്നത്. ഇത് ഈ കാണുന്ന ഈ ഒരു ഷോപ്പ്, ഈ ഒരു സാരിയൊക്കെ വരുന്നത് ഒരു 100-150 രൂപ 100 രൂപ സാരിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല 100 രൂപയെന്ന് വിചാരിച്ച് മെറ്റീരിയലൊക്കെ നല്ലതാണ് കേട്ടോ. അത് മെറ്റീരിയലിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല മെറ്റീരിയൽ വന്നിട്ടാണ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള സാരികളാണ് കേട്ടോ. എല്ലാം മറ്റേ എന്തോ പറയുക, ഒരു ഷിഫോൺ മോഡൽ ഷിഫോൺ സാരികളാണ് മുക്കിയത് വന്നിട്ടുള്ളത്. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ പട്ട് സാരികളുണ്ട്, അതുപോലെ തന്നെ കോട്ടൺ സാരികളുണ്ട്. അതൊക്കെ നമുക്ക് അകത്തോട്ട് കയറി വരുമ്പോൾ കാണാൻ കഴിയും കേട്ടോ. 100-150 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അതുപോലെയാണ് ടീഷർട്ടൊക്കെ വന്നിട്ടുണ്ട്. ടീഷർട്ടിന് 150 രൂപയാണ് വരുന്നത്. ആ ഷർട്ടും ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഷർട്ട് വേണം അങ്ങനെയുള്ളവർക്ക് ഷർട്ട് വാങ്ങിക്കാൻ പറ്റുന്നതുമാണ്. ഷർട്ടിനൊക്കെ ആയിരുന്നാലും ഈ പെടുന്ന ഷർട്ടിനൊക്കെ 100-150 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല ഷർട്ടാണ്. ഇതൊന്നും ഡാമേജ് ആയ പീസൊന്നും അല്ല കേട്ടോ. അവർ നന്നായിട്ട് നമുക്ക് നിവർത്തി അത് കാണിച്ചു തരും. ഡാമേജ് ആയ പീസൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ അത് നിവർത്തി നോക്കി വാങ്ങിക്കാം കേട്ടോ. ചിലപ്പോൾ ഡാമേജ് ഉണ്ടാകുന്ന അറിയില്ലെങ്കിൽ നമുക്ക് നിവർത്തി നോക്കി വാങ്ങിക്കാം കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് അവരവിടെ സെയിൽ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് ലെഗിൻസ് ആണ് കേട്ടോ. ലെഗിൻസിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണാൻ പറ്റും. ഈ ലെഗിൻസ് 100-150 ആ ഒരു റേറ്റിൽ വന്നിട്ടുള്ള ലെഗിൻസാണ്. നൈറ്റി ഉണ്ട്, 100 രൂപയുടെ നൈറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നത് കുർത്തീസാണ്. കുർത്തീസിനും 100 രൂപ അല്ല വരുന്നതെങ്കിലും എന്നാലും ഒരു 200 രൂപയ്ക്കകത്ത് വരുന്ന കുർത്തീസുകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന 150 രൂപയുടെ സാരിയാണ് കേട്ടോ. എന്ത് നല്ല ഭംഗിയുള്ള സാരിയല്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതിനൊക്കെ വെറും ചീപ്പ് റേറ്റാണ് കേട്ടോ. 100 രൂപയുടെ സാരി എന്താ അല്ലേ, അടിപൊളിയല്ലേ ഈ സാരിയൊക്കെ കാണാൻ പറ്റും. 100 രൂപയെന്ന് ആരെങ്കിലും പറയൂ? അത്രയും നല്ല സാരികളാണ് ഈ ഒരു സ്ട്രീറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇതെന്താ പറയുക, സെറ്റ് സാരികളാണ് കേട്ടോ. വർക്കൊക്കെ ചെയ്തിട്ടുള്ള സെറ്റ് സാരികളാണ്. കഥകളിയുടെ വർക്ക്, പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ള, ടെമ്പിൾ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെറ്റ് സാരി സെറ്റുമുണ്ട്. ഇതൊക്കെ വരുന്നത് നമുക്ക് ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ ഇതെല്ലാം കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ധോത്തീസിൻ്റെ ആയിരുന്നാലും ലുങ്കി, അങ്ങനെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല നല്ല ലുങ്കികളുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ വേണോ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ബ്ലാക്ക് ഒക്കെ അല്ലേ കൂടുതലും, ഈ ഒരു കാവി കളറൊന്നും അല്ല ഇപ്പോഴും ഉള്ളത്. കൂടുതൽ ആൾക്കാർ ഈ ബ്ലാക്ക്, പിന്നെ റെഡ് കളറ്, മെറൂണ് അങ്ങനെയൊക്കെ ഉള്ള കളറിലുള്ള ലുങ്കികളാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. അതേ മോഡലിൽ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് അതൊക്കെ നമുക്ക് ആ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം എത്താറായി കേട്ടോ. അതിൻ്റെ ഉള്ള സ്ട്രീറ്റിലോ വന്നിട്ടുള്ള കടകളിലെ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു കേരള ഡ്രസ്സിൽ വന്നിട്ടുള്ള എന്താ പറയുക, പാവാടയും ബ്ലൗസും ഒക്കെയാണ് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള പാവാടയും ബ്ലൗസും ഒക്കെയാണ് ഈ വന്നിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ ടോയ്സിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുറേ ടോയ്സിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ ടീഷർട്ട് വരുന്നുണ്ട്. നമുക്ക് എന്താണ് ആവശ്യം അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് അവരോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള തീർത്ഥക്കുളത്തിൻ്റെ അടുത്തുള്ള ഷോപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അവരിങ്ങനെ മുറിച്ച് വെച്ചിട്ടാണ് കാണിക്കുന്നത്. കാരണം ഡ്രാഗൺ ഫ്രൂട്ട് 2-3 കളറുണ്ടല്ലോ. അപ്പോൾ ഇതൊരു റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതുപോലെയൊക്കെ ഇങ്ങനെ മുറിച്ചൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് കടകളൊക്കെ ഇവിടെ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നതാണ് സെറ്റ് സാരി സെറ്റുമുണ്ട്, പിന്നെ ധാവണി സെറ്റ്, അതിൻ്റെയൊക്കെ കളക്ഷൻസ് വന്നിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നേരെ അടുത്ത് വന്നിട്ടുള്ള ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള നല്ല സെറ്റ് സാരിയും സെറ്റുമുണ്ടും അതുപോലെ തന്നെ കുർത്തീസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുർത്തീസും ഒക്കെ വന്നിട്ടുണ്ട്. സെറ്റ് സാരിയൊക്കെ കണ്ടില്ലേ, നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്.
ഒരു 300, 350, 400 ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെയാണ് ഇത് ഇതാണ് പാവാടയും ബ്ലൗസിൻ്റെയും കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാവാടയും ബ്ലൗസും. ഇതിനൊക്കെ ഇരുന്നാലും നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ നമ്മൾക്ക് എന്താ പറയുക സാരി അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും അങ്ങനെയൊക്കെയല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഇല്ലാത്തവർക്ക് നമുക്കിത് വാങ്ങിച്ചിട്ടുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ വന്നിട്ടുള്ളത്. ഇത് കൊള്ളാം കേട്ടോ. ഇത് പാവാടയും ബ്ലൗസും ഒക്കെ വന്നിട്ട് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 600-700 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ അത് മാത്രമല്ല മുന്നോട്ട് പോകുമ്പോൾ ബാഗിൻ്റെ ആയിരുന്നാലും ചെരുപ്പ്, ടോയ്സ് ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിലും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രീറ്റിലും കൂടെ വന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വെറുതെ ആണെങ്കിൽ കൂടി ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഓരോന്നൊക്കെ കണ്ടുകൊണ്ട് പോകാനും നല്ല രസമാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാഗിനൊക്കെ നല്ല നല്ല ബാഗുകളൊക്കെ നമുക്ക് റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കണം അറിയാവുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. ബാഗ്, ടോട്ട് ബാഗ്, ബാക്ക് പാക്ക്, അങ്ങനെ ബാഗിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നതാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിലാണ് നമുക്ക് കാണാൻ കൂടുതലായിട്ടും കഴിയുന്നത്. ഇതുപോലെ ബാഗിൻ്റെ ആയിരുന്നാലും വാച്ച് ആയിരുന്നാലും സൺഗ്ലാസ്, അങ്ങനെ ഒരുപാട് വാച്ചിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല വാച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 100, 150, 200 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള വാച്ചുകളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുപ്പിവള, അതുപോലെ തന്നെ ഇയറിങ്സ്, നമുക്ക് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മാലയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇയറിങ്സ്, പിന്നെ വള, കമ്മൽ, ഇപ്പോഴത്തെ കൂടുതലായിട്ടും ഉള്ളത് ലോട്ടസിൻ്റെ നെക്ലേസ് ഒക്കെ ഇല്ലേ, അതിപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. ലോട്ടസിൻ്റെ നെക്ലേസ്. ഈ ഒരു ലോട്ടസിൻ്റെ നെക്ലേസിന് വെറും 100-150 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. ഈ കാണുന്ന ഈ ലോട്ടസിൻ്റെ നെക്ലേസിനും അത് ഒരുപാട് നല്ല കളർ വരുന്നുണ്ട്. പച്ച ഉണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല കളറിലാണ് ഈ ഒരു ലോട്ടസിൻ്റെ നെക്ലേസൊക്കെ വരുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ക്രോക്സ് അങ്ങനെയുള്ള സാധാരണ ചപ്പൽസ്, ബാഗ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്രാൻഡഡ് ബാഗ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ബാഗാണ് കേട്ടോ. നമുക്ക് ബ്രാൻഡഡ് ബാഗ് അതേപോലത്തെ മോഡലിലെ ബാഗാണ്. പക്ഷേ റേറ്റ് നല്ല ചീപ്പ് റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നമുക്ക് 200-300 ആ ഒരു റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ബാഗൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. അതിന് അടുത്ത് വരുന്നുള്ള ഷോപ്പിലെ കളക്ഷൻസ് ഒക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇതാണ് ഇതിന് അടുത്ത് വരുന്ന ഈ ഒരു സ്ട്രീറ്റ് വ്യൂ വരുന്നത്. ഇവിടെ അടുത്ത് വന്നത് വാച്ചിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്നത് നല്ല നല്ല വാച്ചിൻ്റെ കളക്ഷൻസ്, ഒരുപാട് നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നറിയില്ല, വാങ്ങിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടോയെന്ന് തോന്നും കേട്ടോ. ആ ഒരു തരത്തിലുള്ള വാച്ചുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് കടകളാണ് കേട്ടോ. ഇങ്ങോട്ട് പോകുമ്പോൾ ബാഗിൻ്റെ ആയിരുന്നു, ചെരുപ്പ്, ഷൂ, കണ്ണാടി, വാച്ച്, വള, അങ്ങനെ വരുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചതൊക്കെ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാണിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കടകൾ വന്നിട്ടുള്ള നമുക്ക് ഇങ്ങനെ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വന്നിങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വളക്കട. നല്ല നല്ല വളകളുണ്ട് കേട്ടോ. നല്ല റെഡ് കളറിലെ വളയുണ്ട്. അതുപോലെ തന്നെ എല്ലാ കളറും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു വളയ്ക്കൊക്കെ ഒരു 20, 25, 30 രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഒരു ഡസൻ വളയ്ക്കൊക്കെ നല്ല മോഡലിൽ കേട്ടോ. ബ്ലാക്ക് കളറിലുള്ള വളയുണ്ട്. പക്ഷേ ബ്ലാക്കിൽ എന്തോ ഒരു ഡിസൈൻ ഉണ്ടല്ലേ, അതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപാട് വളയുടെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ബാഗ് തന്നെയായിരുന്നു, ബാഗിൻ്റെ ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നാലും അങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് എന്തോ പറയുക, പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു ഗ്രാമ്പു, ഏലയ്ക്ക്, പട്ടയൊക്കെ ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബാലനാരം കൈത്തറി ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് സെയിൽ നടക്കുന്ന ഷോപ്പുകളാണ്. ഇവിടെ ബാലനാരം കൈത്തറിയുടെ കടകളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെറ്റ് സാരിയും സെറ്റ് മുണ്ടും അതുപോലെ തന്നെ ധാവണി സെറ്റും ഒക്കെ വരുന്ന ഷോപ്പാണ്. ഇത് ബാലനാരം ഒറിജിനൽ നമ്മൾ കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഒരു സെറ്റ് സാരികളുടെ ഷോപ്പാണ് കേട്ടോ. ഇതൊക്കെ 20% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് അവർ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയും ബ്ലൗസും
ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, എന്താ പറയുക, പുളി, ചുക്ക്, കാപ്പി, കരിപ്പട്ടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ ഒരു പോകുന്ന ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത് ഇങ്ങനെ കോരി കഴിക്കൂലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും ഉണ്ട് കേട്ടോ ഈ വഴിയിലൂടെ പോകുമ്പോൾ. അതുപോലത്തെയൊക്കെ സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കോട്ടയ്ക്കകത്തുനിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ചെരുപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെരുപ്പിനൊക്കെ നല്ല സെയിലിന് ഇട്ടിട്ടുണ്ട്. കൂടുതലും മഴക്കാലത്ത് ഉപയോഗിക്കുന്ന ക്രോക്സ് ഒക്കെയാണ് കേട്ടോ, പ്ലാസ്റ്റിക് അങ്ങനത്തെ ചെരുപ്പുകളാണ് കേട്ടോ കൂടുതലും. 149, ക്രോക്സിന് 149 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ സാധാരണ ചെരുപ്പിന് 99 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്കും കമൻറ്റും ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ.